ഹേ എവ്രി വൺ, ഇന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് പൊട്ടാറ്റോ ബജി. അപ്പം നോക്കാം. പൊട്ടാറ്റോ ബജി ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. യെസ്, പൊട്ടാറ്റോ തന്നെ. അപ്പം നമുക്ക് ഇവിടെ 3 പൊട്ടാറ്റോ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പീൽ ചെയ്തിട്ട് നല്ല തിൻ ബ്രൗൺ സ്ലൈസ് ആക്കി എടുക്കാം. പൊട്ടാറ്റോ ബജി എന്നും ഒരു സ്പെഷ്യൽ മെമ്മറി ആയിരിക്കും. കാരണം ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ സൺഡേ എല്ലാവരും ഫ്രീ ആവാറ്. ഡാഡി, മമ്മി, ഞാൻ, പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ട്. അപ്പം സൺഡേ നമ്മൾ വൈകുന്നേരം ഒരു മലയാളം മൂവി ടി വിയിലിട്ട് മമ്മി നമുക്ക് പൊട്ടാറ്റോ ബജിയും കാന്ത ബജിയും ചായയൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരു മെമ്മറിയാണ്. പണ്ടൊക്കെ നമ്മൾ ഇന്ന് ടി വി കാണുന്ന പോലെ നമുക്ക് ഏത് മൂവി വേണം ആ മൂവി നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാലമായിരുന്നു. അപ്പം നമുക്ക് ടി വിയിൽ സൺഡേ ഒക്കെ ആയിരിക്കും ഒരു മോസ്റ്റ് ലേറ്റസ്റ്റ് മൂവി പോലത്തെ എന്തെങ്കിലും നമുക്ക് കാണാൻ കിട്ടുക. അപ്പം സൺഡേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അത് ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു. വേഗം നമുക്ക് പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിലായിരിക്കും നമ്മൾ എല്ലാ പൊട്ടാറ്റോയും സ്ലൈസ് ചെയ്യുക. ഈ റെസിപ്പി ഭയങ്കര ന്യൂ റെസിപ്പി ഒന്നുമല്ല, എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ചുമ്മാ എൻ്റെ ചാനലിൽ ഇത് ഒന്ന് കിടക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു ഗ്രാം ഫ്ലവർ എടുക്കുക. കുറച്ച് ഗ്രാം ഫ്ലവറിന് ബേസൻ എന്ന് പറയും ഹിന്ദിയിൽ. അത് 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് നമുക്ക് ആവശ്യമുള്ള പോലെ നോക്കി നമുക്ക് പിന്നെ മാറ്റാൻ വരുത്താം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി അജ്വായിനും കൂടെ ഒന്ന് കയ്യിൽ നമ്മൾ ക്രഷ് ചെയ്ത് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അജ്വൈൻ നോർമലി നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പം അതിൽ ഇത് ഇടാറുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഈ പൊട്ടാറ്റോ അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം ആ പൊട്ടാറ്റോ കോട്ട് ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ള ബാറ്റർ ആയിരിക്കണം. ഒത്തിരി ലൂസുമല്ല, ഒത്തിരി തിക്കും അല്ലാതെ നമുക്ക് പൊട്ടാറ്റോയിൽ അത് കോട്ട് ചെയ്ത് കിട്ടണം. വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട പോലെ ആഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി ലൂസാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് പൊട്ടാറ്റോ ബാറ്ററിലേക്ക് ഇട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ച് പൊട്ടാറ്റോസ് ഒരുമിച്ചിട്ട് വേണമെങ്കിലും കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓരോ പൊട്ടാറ്റോ സ്ലൈസ് എടുത്ത് കോട്ട് ചെയ്ത് പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. കുറേ ഓയിലെടുത്ത് ഡീപ്പ് ഫ്രൈ ഞാൻ ചെയ്യുന്നില്ല, എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഓയിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാൻ ഞാൻ തേമൂന്നായിരുന്നു മേടിച്ചത് കേട്ടോ. നല്ല കളറ് കണ്ട് മേടിച്ചതായിരുന്നു. നല്ല പാൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ നടുക്ക് ഇപ്പം നമ്മൾ റെഗുലർ യൂസ് ചെയ്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കാൻ. ഈ വീഡിയോ ആക്ച്വലി ഞാൻ കുറേ മുമ്പ് എടുത്തു വെച്ചതാണ്. ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത്. 1 മാസത്തേക്കാളും കൂടുതലായി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം 1 മാസം ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. നാട്ടിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനത് നല്ല റിലാക്സ് ആയിട്ട് നാട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും ഒരു റെഗുലർ വീഡിയോ പോസ്റ്റർ അല്ല ഞാൻ. ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറ്.
അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ആയി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുവരേക്കും നമുക്ക് സൈഡിൽ കൂടെ ചായയും കൂടെ ഉണ്ടാക്കാം. ചായയും ബജ്ജിയുമാണല്ലോ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചായ ഇവിടെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് കണ്ണ് തെറ്റിയാൽ പുള്ളി പുറത്തേക്ക് ചാടും. അപ്പം ഞാൻ എൻ്റെ ചായയും ബജ്ജിയും എൻജോയ് ചെയ്യട്ടെ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കാണാം നെക്സ്റ്റ് വ്ളോഗിൽ കൂടെ. ടിൽ ദെൻ ബൈ ബൈ.